ഹലോ ഗായ്സ്, ഞാനും അമ്മയും അമ്മാമ്മയും അക്ഷര അല്ലാമ്മനും കൂടി ചിറങ്കീഴ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ അവരെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഞാനും അമ്മയും ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോകണത്. ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി ഗൈസ്. എനിക്ക് ഇന്നാണ് ഇടാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ അന്ന് ചിറങ്കീഴ് പോകണോണ്ട് എന്തായാലും ശർക്കര കയറി തൊഴുവാന്നും പറഞ്ഞാണ് പോയത്. അവിടെ ഉത്സവം നടക്കുമായിരുന്നു. ഉത്സവം തീർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് ഉത്സവം തീർന്നാലും ഈ എന്തോ കടകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു മാവ് മേടിച്ചിട്ടുണ്ട്. വളം മേടിച്ചു ഗൈസ്. ആ വളം പിടിച്ച് വരുന്ന എന്തിനാണ് മാങ്ങ നിങ്ങൾ കാണിച്ചിരുന്നതാണ്. 6 മാസത്തിനുള്ളിൽ കഴിക്കുന്നതാണ്. എന്തായാലും ഒക്കെ വീഡിയോ ഇടും. നമ്മളൊരു കുഞ്ഞു മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. മേടിച്ചങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തെ അവർ ഈ ഏതോ ഒരു വളം കാണിച്ചു തന്നു. അത് ഇട്ടാൽ പെട്ടെന്ന് കായ്ക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അമ്മ അതും കൂടെ മേടിച്ച് അങ്ങനെ അക്ഷര അതിന് കളിയാക്കിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറേയൊക്കെ കറങ്ങി നടന്ന് കടകളൊക്കെ ചുമ്മാ കയറി ഇറങ്ങി. ഒന്നും മേടിച്ചൊന്നുമില്ല. ആകെ മേടിച്ച മറ്റേ കഴിക്കുന്ന കറുമുറു അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇറങ്ങിയതും കറക്റ്റ് അവിടെ ഗേറ്റടവായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് മേടിച്ച കപ്പലണ്ടി മറ്റേ മാവിൽ മുക്കി പൊരിക്കുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന് ഉച്ച കഴിഞ്ഞ് ഗൈസ്. വൈകിട്ട് കണ്ടാവാറായി. ഒടുക്കത്തെ വിശപ്പായിരുന്നു. അങ്ങനെ നേരെ അമ്മാമ്മ വീട്ടിൽ വന്ന് അമ്മ ഒരു കുഞ്ഞ് ചരുവത്തിൽ പാത്രവും കറികളും എല്ലാം കൂടെ എടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ വാരി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. അക്ഷരയും അർച്ചനയും അമ്മയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ പെരയിടത്തുനിന്ന് മാങ്ങയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വന്ന് ചെത്തിപ്പൂളി ഞാൻ ഉപ്പും മുളകൊക്കെ ഞവടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഈ മൈലാപ്പ് മാങ്ങ ഉപ്പും മുളകും ഞവടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഓവർ പുളിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഇന്നലത്തെ ബിരിയാണി ചോറ് ഉണ്ടായിരുന്നു. അത് ആവി കയറ്റി പപ്പടവും സലാഡും ചിക്കൻ കറിയും കൂട്ടി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങയും പേരക്കയും കൂടെ കട്ട് ചെയ്ത് കഴിച്ചിട്ട് നേരെ ഫാത്തിമ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേന്നായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഈശ്വരണ്ണൻ്റെ അനിയൻ, ഇത് ഈശ്വരണ്ണൻ, ഇത് ജിഷ്ണുൻ്റെ പഠിച്ച ചെറുക്കനാണ് അവൻ. അവിടെ വിളമ്പാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൽ വന്ന് ഒരു കുഞ്ഞൊരു മാങ്ങ ഇരുന്ന് അതും കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു.